സാംസങ്ങിൻ്റെ S24 അൾട്ര ഇതാണ്. S23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ S24ന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും. പക്ഷേ നമുക്ക് അവിടെ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ഐഫോണിലേക്ക് നോക്കി വരും. 11 Pro മുതൽ ഈ ഒരു 15 Pro വരെ നോക്കിയാൽ സെയിം ക്യാമറ ഡിസൈൻ. ജസ്റ്റ് പുറകെ നോക്കിയാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ് പറയാൻ. ഐഫോൺ 11ഉം 12ഉം ഒക്കെ നമുക്ക് പറയാൻ എളുപ്പം. പക്ഷേ ഈ 12 Pro മുതൽ ഒരു 15 Proയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സാംസങ്ങിനോട് എന്ത് തേങ്ങയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. മെയിനായിട്ടും അവർ ആ ഒരു ഐക്കോണിക് ഡിസൈൻ ഇനിയും ഫ്യൂച്ചറിലേക്കുള്ള ഡിവൈസസിലും നമുക്ക് പ്രതീക്ഷിക്കാം. S22 മുതൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം അവർ കേവ്ഡ് സൈഡ് കൊടുത്തു, മേളിൽ ബോക്സ് സെറ്റപ്പ് കൊടുത്തു. S23ലേക്ക് വരുമ്പോൾ ആ ഒരു സൈഡ് അത്യാവശ്യം ബോക്സിയാക്കി, പക്ഷേ ഒരു ചെറിയ കേവ്നെസ് ഉണ്ട്. മേളിലേക്ക് വരുമ്പോഴും ചെറിയ കേവ്നെസ്സും പക്ഷേ ബോക്സി ഡിസൈൻ ഉണ്ട്. പക്ഷേ S22 പോലെയുള്ള ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബോക്സ് സെറ്റപ്പ് അല്ല വരുന്നത്. ഈ ഒരു S24ലേക്ക് വരുമ്പോൾ ടൈറ്റാനിയം ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു ബോക്സി സെറ്റപ്പ്, അതായത് S22ലുള്ള അത്രയും ബോക്സ് സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ ഇത്തിരി കൂടി റൗണ്ടഡ് ആയിട്ടുള്ള, പക്ഷെ എന്നാലും ബോക്സ് നമ്മൾ പറയും. സൈഡും അതുപോലെ തന്നെ ഏകദേശം ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള മേജർ ഡിഫറൻസ് ഉള്ളത്. പിന്നെ S24ന്റെ ആ ഒരു ഫ്രണ്ടിൽ ബെസ്സിൽ അത്യാവശ്യം കുറച്ചിട്ടുണ്ടെന്നും സാംസങ് അവകാശപ്പെടുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും ഇതിന്റെ ലീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ. ആ ഒരു ഡിസൈനിൽ തന്നെയായിരിക്കും S24 അൾട്ര ലോഞ്ച് ആവുന്നത്. അത് പറയാനുള്ള കാരണം ഏതോ ഒരു ഫോൺ കടയിൽ ആ ഒരു ഡിസ്പ്ലേ സെറ്റപ്പിന് വേണ്ടി സാംസങ്ങിൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നമുക്ക് അവിടെ ആ ഒരു പോസ്റ്റർ കാണാൻ പറ്റും. ആ പോസ്റ്ററിൽ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു സാംസങ്ങിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേളിൽ S24 സീരീസ് നിരത്തി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഒരാഴ്ചയ്ക്ക് മുമ്പ് അങ്ങോട്ട് ലീക്ക്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് സാംസങ്ങിൻ്റെ ആ ഒരു അൺപാക്ഡ് ഇവൻറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ സാംസങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു നിഴൽ പോലെ ആ ഒരു S24 അൾട്ര കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവം കൂടി കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റി ഈ ഒരു ഡിസൈനാണ് ഫൈനൽ ഡിസൈൻ. അപ്പോൾ സാംസങ്ങിൻ്റെ ഈ S24 സീരീസ് പുതിയൊരു ഡിസൈനിലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ സോറി, ഇതാണ് ഡിസൈൻ. ഓക്കെ, ഇപ്പോൾ S24 അൾട്ര അല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് S24ഉം S24 പ്ലസ് എങ്ങനെ ഇരിക്കും നോക്കാം. ഇത് മെയിനായിട്ടും വാൾമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇ-കൊമേഴ്സ് സൈറ്റിൽ ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ഓക്കെ, അപ്പോൾ S23ഉം S24ഉം ഏകദേശം ഇതുപോലെ ഇരിക്കും. മെയിനായിട്ടും ഇതിൻ്റെ ഡിസൈനിങ്, ആ ഒരു ബ്ലാക്ക് വേരിയന്റ് വിഷയം എന്ന് പറഞ്ഞ വിഷയമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ക്യാമറ കട്ടൗട്ടും. അല്ലെങ്കിലും S23യിലായാലും S23ഉം S23 പ്ലസും അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ്. ഇൻ ഹാൻഡ് ഫീൽ ആയാലും പിന്നെ ബാക്കി പരിപാടികളൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ആ ഒരു സെയിം ഡിസൈൻ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളറും പിന്നെ ആ ഒരു ബെസലൊക്കെ അത്യാവശ്യം കുറച്ചിട്ടുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അവരുടെ ആ ഒരു റെൻഡർ വിഷയമാണ്. ഇനിയിപ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ആണ്. ഇവിടെയും കുറച്ച് പ്രശ്നമുണ്ട്, കാരണം ഇതിൻ്റെ ആ ഒരു ചിപ്പ് സെറ്റിലേക്ക് വരുമ്പോൾ മെയിനായിട്ടും ഈ പ്രാവശ്യം സാംസങ് അവരുടെ സാംസങ് Exynos 2400 എന്ന് പറയുന്ന ചിപ്പും കൂടിയും ഈ ഒരു S24 സീരീസിൻ്റെ കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ചില റീജിയൻസിൽ മാത്രമാണ് Exynos വരാം. Exynos എന്ന് പറഞ്ഞ ചിപ്പ് ഈ S സീരീസിൽ എന്നൊക്കെ ലോഞ്ച് ആയിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യയിലാണ് മെയിനായിട്ടും Exynos അവർ മാർക്കറ്റ് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് കൊടുക്കാറില്ല. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഈ പ്രാവശ്യവും ഈ ഒരു Exynos 2400 ആണ് ഇന്ത്യയിൽ വരുന്നെങ്കിൽ ഫോൺ ഓഫ് ദ ഇയർ 2024ലേക്ക് നമുക്ക് S24നെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം Exynosനോടുള്ള ട്രസ്റ്റ് എന്തായാലും മിക്കവർക്കും എല്ലാവർക്കും പോയിട്ടുണ്ട്. പക്ഷെ അതിനെ ഇത്തിരി കൂടി ബൂസ്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി കുറേ സെറ്റപ്പ്, അതായത് AMD ആയിട്ട് കൊളാബ് ചെയ്തിട്ട് അവരുടെ RDNA എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫിക് സെറ്റപ്പ് ഒക്കെ ഈ Exynos 2400 ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, മെയിനായിട്ടും ഗ്രാഫിക് പെർഫോമൻസിന് വേണ്ടി. പക്ഷേ വലിയ ഗുണമില്ല, കാരണം ഇതിനു മുമ്പ് Exynos 2200 എന്ന് പറഞ്ഞിട്ടൊരു ചിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിപ്പിലും ഈ ഒരു RDNA എന്ന് പറഞ്ഞിട്ടുള്ള AMD സെറ്റപ്പ് കൊടുത്തിരുന്നു. അവിടെയും വലിയ ഗ്രാഫിക് പെർഫോമൻസ് ഇല്ല, ത്രോട്ടിലിംഗ് ഉണ്ട്, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളും പരിപാടികളൊക്കെ ആ ഒരു ചിപ്പ് നേരിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും Exynosനോടുള്ള ട്രസ്റ്റ് എനിക്കില്ല. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആണ്. അത് വെച്ചാണ് ഈ ഒരു S24 സീരീസ് ഇന്ത്യയിൽ ഇറങ്ങുന്നെങ്കിൽ പോളി എന്ന് പറയാം. അതായത് മിക്കവാറും S24 അൾട്ര ആയിരിക്കാം ഈ 2024 ഫോൺ ഓഫ് ദ ഇയർ ആവാനുള്ള ചാൻസ്. വേറൊന്നും പറയാനില്ല, എജിൻ്റെ എന്ന് പറഞ്ഞ വിഷയം ചിപ്പാണ്, പവറിന് പവർ. ഓക്കെ, ഇപ്പം മെയിനായിട്ടും Xiaomi 14 Proയിൽ ഈ ഒരു ചിപ്പ് ആദ്യമായിട്ട് ഇറങ്ങിയത്. അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആ ഒരു പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ. വേറൊന്നും പറയാനില്ല, കിഡിലൻ ചിപ്പാണ്. പിന്നെ അതിനകത്ത് കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു S24 സീരീസ് മെയിനായിട്ടും AI ഫോണായിട്ടാണ് സാംസങ് ഇറക്കാൻ പോകുന്നത്. മെയിൻ ഉദ്ദേശം ഇപ്പോൾ പിക്സൽ തന്നെ AIയുടെ കുറേ പരിപാടികൾ ഇറക്കി. അപ്പോൾ അതിൻ്റെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു S24 സീരീസിലും ഈ ഒരു AI സെറ്റപ്പ്. മെയിനായിട്ടും വരാൻ പോകുന്ന കുറച്ച് AI ഫീച്ചേഴ്സ് ജനറേറ്റീവ് ഫില്ല്, അതായത് നമ്മുടെ ഫോട്ടോ എടുക്കുന്നു, ആ ഒരു ഫോട്ടോയുടെ കുറച്ച് ഭാഗം സെലക്ട് ചെയ്തു, ആ ഒരു സെലക്ട് ചെയ്ത ഭാഗത്തേക്ക് കുറച്ചൊക്കെ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന പരിപാടി. പിന്നെ അതുപോലെ തന്നെ മാജിക് റിമൂവർ പിക്സലിൽ കണ്ട, അതായത്
നമ്മളുടെ ഒരു ഇമേജിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം സെലക്ട് ചെയ്ത സംഭവം പോയിട്ട് ബാക്കി ആ ഒരു ഇമേജ് വരും. പിന്നെയുള്ള അടുത്തൊരു AI ഫീച്ചർ എന്ന് പറയുമ്പോൾ ലൈവ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് വേറൊരാൾ നമ്മൾ വിളിക്കണം വേറൊരു ഭാഷയിൽ, ആ ഒരു ഭാഷയിൽ പറയുന്ന കാര്യം റിയൽ ടൈമിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ, അതായത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ആ ഒരു സെറ്റ് ചെയ്ത ഭാഷയിലായിരിക്കും നമുക്ക് കേൾക്കാം. നമ്മൾ തിരിച്ചു പറയുമ്പോൾ ആ ഒരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൾ സെറ്റ് ചെയ്ത ആ ഒരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതായത് റിയൽ ടൈമിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി. അത് എത്രത്തോളം വർക്കാവും എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ വർഷങ്ങളായിട്ട് എല്ലാ ബ്രാൻഡ്സും, അതായത് ഗൂഗിളും സാംസങ്ങും ഒക്കെ കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് വരുമോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം കുറച്ച് കഷ്ടപ്പാടാണ്. മെയിനായിട്ടും വരുവാണെങ്കിൽ തന്നെ ഹിന്ദി വരും, പിന്നെ അങ്ങനത്തെ കുറച്ച് ഭാഷകളായിരിക്കും മെയിനായിട്ടും വരിക. മലയാളമൊക്കെ എപ്പോൾ വരുമെന്ന് ദൈവത്തിന് അറിയാം. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ്ങിൽ ടോപ്പ് നോച്ചിട്ടുള്ള ഡിസ്പ്ലേ, ക്യാമറ സെറ്റപ്പ്, പിന്നെ ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചായിരിക്കും. അതിലൊന്നും നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ S24 Ultra ക്യാമറ പർപ്പസിന് വേണ്ടിയാണ് അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം 200 മെഗാപിക്സലിൻ്റെ സെൻസറും 50 മെഗാപിക്സലിൻ്റെ 5x കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴും ഒരു ഡ്രോബാക്ക് ഉള്ളത് ഇതിൻ്റെ ആ ഒരു ചാർജിങ് സ്പീഡാണ്. സാംസങ്ങും ആപ്പിളിൻ്റെ പോലത്തെ ഒരു സ്റ്റാൻഡേർഡ് പിടിക്കാനായിരിക്കും നോക്കുന്നത്. കാരണം ആപ്പിൾ നമുക്ക് 25 വാട്ടിൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജ് സെറ്റപ്പാണ് വരുന്നത്. ഇത്ര വർഷങ്ങളായിട്ട് അതാണ് വരുന്നത്. അതേപോലെ തന്നെ സാംസങ് ഈ ഇടയ്ക്കായിട്ട് നമുക്ക് 45 വാട്ടിൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജ് സെറ്റപ്പാണ് വരുന്നത്. ഇനിയും ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോകാനായിരിക്കും അവരുടെ ചാൻസ്. കാരണം ഈ പ്രീമിയം ബ്രാൻഡ്സ് ഒക്കെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് കാണുന്നത് തന്നെ ഒരു ലോ ക്ലാസ് സെറ്റപ്പാണെന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അപ്ഡേഷനിൽ അങ്ങനെ അത്ര ഫോക്കസ് ചെയ്യാറില്ല. മെയിനായിട്ടും ഫോൺ തുറക്കുമ്പോൾ തന്നെയുള്ള എക്സ്പീരിയൻസ്, അതായത് ആ യൂസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആണ് അവർ മെയിനായിട്ട് പുഷ് ചെയ്യുക. അല്ലാണ്ട് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന യൂസർ എക്സ്പീരിയൻസിൽ പ്രശ്നം വരും. ആ ഒരു രീതിയിലാണ് സാംസങ്ങും ഈ പ്രാവശ്യം 45 വാട്ട് ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെ ഉള്ളത് 12 GB റാമിൻ്റെ ആ ഒരു കോൺഫിഗറേഷനാണ്. പിന്നെ UFS 4.0 ആണ്, ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ നമുക്കറിയാവുന്ന ആ ഒരു S24 സീരീസിൻ്റെ ആ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ നമുക്ക് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ സാംസങ്ങിൻ്റെ AI എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ടായിട്ടുള്ളതാണ്. മെയിനായിട്ട് നിങ്ങളൊന്നും ഓർത്താൽ മതി, ചന്ദ്രനെ ഓർത്താൽ മതി. ഓക്കെ, S22-ലും S23-ലൊക്കെ ചന്ദ്രനെ എടുക്കുമ്പോൾ AI ആർട്ടിഫിഷ്യലായിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് കേട്ടോ. മറ്റേ ആ ഒരു നമ്മൾ സൂം ചെയ്തിട്ട് മൂൺ എടുക്കുമ്പോൾ ശരിക്കും മൂണൊന്നുമല്ല നമ്മൾ കാണുന്നത്, വേറെ മറ്റേ സാംസങ് സെറ്റപ്പ് ചെയ്യുന്ന സെറ്റപ്പാണ്. ഓക്കെ, അതിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നതിന് അവിടെ ഒരിക്കലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നൈറ്റ് ഫോട്ടോഗ്രാഫി ഇതുകൂടി അഡ്വാൻസ്ഡ് ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ സാംസങ് S24 സീരീസിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നൈറ്റ് ഫോട്ടോഗ്രാഫി അത്യാവശ്യം ഫോക്കസ് ചെയ്തിട്ടുണ്ട് AI ഫീച്ചറൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ എളുപ്പമാണല്ലോ AI അല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടും S24 സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം S23 Ultra ലോഞ്ച് ചെയ്തത് 120, 115 ആ ഒരു റേഞ്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ഈ ഒരു S24 സീരീസിൽ കുറച്ച് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്, മിക്കവാറും ഒരു 10,000 രൂപ കൂടുതൽ. അപ്പോൾ എന്തായാലും ഒരു 130 സ്റ്റാർട്ടിങ് 130 വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ S24 മിക്കവാറും ഒരു 82 അല്ലെങ്കിൽ 89 ആ റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ S24 പ്ലസ് മിക്കവാറും ഒരു 1,00,000 രൂപ ആ അടുത്ത് വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. കാരണം ഡിസൈൻ ആയിക്കോട്ടെ, പ്രീമിയം ഡിസൈനാണ്, വേറൊന്നും പറയാനില്ല. സാംസങ്ങിൻ്റെ ആ ഒരു S സീരീസ്, അതായത് S20 സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ ലെവൽ സീരീസാണ്. പിന്നെന്താ, ഈ ഫോൺ ആദ്യം മേടിക്കാൻ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ടാവും. പിന്നെ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ വീണ്ടും വരും, അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ വീണ്ടും പോകും. അങ്ങനെ മിന്നി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു S20 സീരീസ് തരുന്നത്. പക്ഷേ അവർ എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്തത് മറ്റേ അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് നമുക്കറിഞ്ഞാൽ മതി. അപ്പോൾ സാംസങ് S24 സീരീസ് ജനുവരി 17 ലോഞ്ച് ചെയ്യുന്നത്. വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും പല യൂട്യൂബേഴ്സിന് ഇതിൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ മേടിച്ച് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോ നോക്കുക. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും സാംസങ് S24 സീരീസ് ജനുവരി 17, 2023 10:30 വൈകുന്നേരം ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.